അമറോമിന്റെ മാൻച്ചസ്റ്റർ യുഗത്തിലും വീഴ്ചകളുടെ തുടക്കത തുടരുമ്പോൾ റിയാലിറ്റി സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ഓരോ മാഞ്ചസ്റ്റർ ആരാധകന്റെയും ബോധമനസ്സിൽ അയാളോട് കാണിച്ച നന്ദികേടിന്റെ ഫലമാണ് ഈ നിരാശയ്ക്ക് കാരണമെന്ന് അവർക്ക് തോന്നിപ്പോകാറുണ്ടാകും. പിഴവുകൾ എവിടെയാണെന്ന് തിരികെ നടന്നൊരു അന്വേഷണം നടത്തുമ്പോൾ അയാളുടെ ഗോളുകളും സെലിബ്രേഷനുകളും തിരിച്ചുവരവുകളും ആത്മസമർപ്പണങ്ങളും കടൽ പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മൈതാനത്ത് ഇളകി മറയുന്നുണ്ടായിരുന്നു. അതുകണ്ടവർക്ക് ഒരുമിച്ച് പറയേണ്ടി വന്നു, റൊണാൾഡോ ആയിരുന്നില്ല മാഞ്ചസ്റ്ററിന്റെ ശാപമെന്ന്, തകർച്ചയ്ക്ക് കാരണമെന്ന്. പക്ഷേ അപ്പോഴേക്കും പലരുടെയും സ്വതാൽപര്യങ്ങളുടെ തീരുമാനങ്ങളും വ്യക്തിവൈരാഗ്യവും അയാളുടെ കരിയറിലെ വിലപ്പെട്ട സമയങ്ങളെ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു. ഖത്തറിന്റെ മണ്ണിൽ വീണ കണ്ണീരിന് ഒരു കാലവും പിന്നീട് കണക്ക് ചോദിക്കാതെ കടന്നു പോയിരുന്നില്ല. ടെൻ ഹാഗും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഫെർണാണ്ടോ സാന്റോസും ഉൾപ്പെടെ അവരുടെ വാദങ്ങളെ പിന്തുണച്ച ആരാധകരും ശാപക്കുഴിയിൽ അകപ്പെടുന്നത് കാണാമായിരുന്നു. മോക്ഷം കിട്ടാതെ അലയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന എക്കാലത്തെ മികച്ച ക്ലബിൻ്റെ ഗതിയും ഇന്ന് ഈ ഫുട്ബോൾ ലോകം ദർശിക്കുകയാണ്.